കമ്മിറ്റിയിൽ എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞു. ഭയങ്കര അപരാധമായി പോയി കേട്ടോ. ലെഫ്റ്റിലേക്ക് വന്നാൽ അവിടെയും ചിത്രം തെളിയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒന്ന്, ആലപ്പുഴയിലെ വളരെ വൈകാരികമായ ഒരു ഇറങ്ങിപ്പോക്കുണ്ടായി. അത് ജി സുധാകരൻ്റെ നേതൃത്വത്തിലാണ്. കണ്ണൂരോ CPM-ൻ്റെ കോട്ട, അല്ലെങ്കിൽ കേരളത്തിലെ റഷ്യ എന്നൊക്കെ വിളിക്കാവുന്ന സ്ഥലത്ത് അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം വളരെ നിശിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിക്ക് പുറത്തു പോവുകയും ഞാൻ മത്സരിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഇന്ന് അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഒന്നും പറഞ്ഞപ്പോൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പാർലമെൻ്ററി വ്യാമോഹമാണ്. എന്താ കാരണം? അദ്ദേഹം കമ്മിറ്റിയിൽ എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞു. ഭയങ്കര അപരാധമായി പോയി കേട്ടോ. ഒരാൾ എനിക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞു, അത് ലോക അപരാധമായി പോയി എന്ന് പറയുന്നത് അത് ഭയങ്കര കപടതയാണ്. ഇതേ പാർട്ടിയിൽ തന്നെയല്ലേ ഗ്രൂപ്പും ജില്ലാ കമ്മിറ്റികൾ പിരിച്ചുവിടലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ യുദ്ധങ്ങളും, VS പിണറായി യുദ്ധവും, VS-ഉം പിണറായിയും നടപടി വാങ്ങിച്ച് പോൾ ബ്യൂറോ ഒന്ന് പുറത്തു പോവുകയൊക്കെ ചെയ്തത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ലല്ലോ. അത് ഒരാൾ അയാൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, ഇനി പറഞ്ഞത് വലിയ അപരാധമാണെന്ന് ഇരിക്കട്ടെ, അത്രയല്ലേ ചെയ്തുള്ളൂ, അയാൾ വേറെ ഒന്നും ചെയ്തിട്ടുള്ളൂ. പക്ഷേ അയാൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് ഇന്ന് മറുപടി പറഞ്ഞില്ല. എന്താ അത്? കണ്ണൂരിലൊരു സ്ത്രീ വേണം, ആ ഇന്ന മണ്ഡലത്തിൽ തന്നെ വേണം, അത് MV ഗോവിന്ദൻ്റെ ഭാര്യ കൂടിയായ ഇവർ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് കമ്മിറ്റിക്കകത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് വേറൊരു പേര് കൂടി, സുകന്യയുടെ പേര് വരുന്നു. സുകന്യയുടെ പേര് ഉന്നയിച്ചു. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, എനിക്കെന്താ ന്യൂനത, എനിക്കും ഒരു സ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം മുമ്പോട്ട് പോയി പറഞ്ഞു, എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മാസ്റ്ററല്ല, ഗോവിന്ദൻ. ഇപ്പോൾ വിളിക്കുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ, മറ്റേ ഗോവിന്ദൻ മാസ്റ്റർ മറ്റേതായി പോകും. TK ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ TK ഗോവിന്ദൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് മുമ്പേ TK ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ മുതിർന്ന നേതാക്കൾ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, ഈ 3 പേരുകളുണ്ടല്ലോ, ഈ വിഷയം നമുക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വിടാം, അവിടെയാണല്ലോ തീരുമാനം. പക്ഷേ ആ പേര് അങ്ങോട്ട് പോയില്ല, ഒരൊറ്റ പേരായിരുന്നു. സുകന്യയുടെയും ഗോവിന്ദൻ്റെയും പേര് വെട്ടി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ശ്യാമള ടീച്ചർ വരുന്നത്, ഇതിനകത്ത് PK ശ്യാമള വരുന്നത്. അപ്പോൾ ആ പേര് അതെങ്ങനെയാണ് ഒരു പേര് മാത്രമായി പോയത്? അതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ, അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന് മറുപടി ഇന്നുണ്ടായില്ല. അല്ലെങ്കിൽ അത് ഏകകണ്ഠമായി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്നോ മറ്റോ ഒഴുക്കൻ മട്ടിലാണ് പോയത്. കൃത്യമായി ചോദ്യവും വന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു ചോദ്യം, ഇതിലാരാന്നുള്ളത് പറയുന്നത്?